ലൈഫ് സ്റ്റഡി നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും, എങ്ങനെ നമുക്ക് അത് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും, എൻട്രൻസിന് വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു പേടിയും കൂടാണ്ട് എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇല്ലേ? അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ, ഇറ്റ്സ് മീ റോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തപ്നയിൽ കണ്ട പോലെ തന്നെ ലൈഫ് സ്റ്റഡി. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് റോസ്മെരി സെബാസ്റ്റ്യൻ. എൻ്റെ ചാനലിൻ്റെ പേര് ബിക്കമിങ് റോസ്. ഞാൻ എന്ത് പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BFA ഡിഗ്രി കോഴ്സാണ്. ഫൈൻ ആർട്സ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആർട്സ് കോളേജിൽ ഞാനിപ്പോൾ പെയിൻറ്റിംഗ് ആണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. BFA എൻട്രൻസ് എക്സാമിന് ലൈഫ് സ്റ്റഡി ഇത്ര പ്രധാനപ്പെട്ടതാണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ നിങ്ങളുടെ മനസ്സിൽ? അന്നാ അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാട്ടോ ലൈഫ് സ്റ്റഡി. അതായത് എൻട്രൻസ് എക്സാമിന് മെയിനായിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ലൈഫ് സ്റ്റഡി. അപ്പം എന്തുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഇത്ര വിശദീകരിക്കുന്നു എന്ന് തോന്നുന്നവർ കാണൂല്ലേ? ഒരു വീഡിയോ കുറച്ച് നാൾ മുമ്പ്, ഒരു 7-8 മാസം മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോൾ കുറേ പേര് ഡൗട്ട് ചോദിച്ച കാര്യങ്ങളാണ്. എങ്ങനെ എൻട്രൻസ് എക്സാമിന് ഈ ലൈഫ് സ്റ്റഡിയും കോമ്പോസിഷനും ഒക്കെ, അതായത് തിയറിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് വിശദീകരിച്ച് പറയാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്തു ഒരു ലോങ് വീഡിയോ ചെയ്താലോ. ലോങ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനെയും കുറിച്ച് ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചിലപ്പോൾ ബോറടിക്കും. ഓരോ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, കുറച്ചും കൂടെ വിശദീകരിച്ച് ഇതിനെക്കുറിച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസ്, അന്ന് എൻട്രൻസ് എക്സാമിന് ഞാൻ എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു, ലൈഫ് സ്റ്റഡി എങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്, എനിക്കന്ന് എത്ര സമയം ഉണ്ടായിരുന്നു, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ എന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്തു എന്നതും. ലൈഫ് സ്റ്റഡി നല്ല പാടാണോ? ശരിക്കും പറഞ്ഞാൽ നല്ല പാടാണ്. പക്ഷേ അത് പാടല്ലാണ്ട് എളുപ്പമാക്കിയെടുക്കാൻ ഒരു മാർഗമുണ്ട്. എന്താണെന്നറിയാവോ? പ്രാക്ടീസ്. അതെ, നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നത് ചിലവർക്കൊക്കെ ഡൗട്ടുള്ള കാര്യമാണ്. എനിക്കും നല്ല ഡൗട്ടുള്ള കാര്യമായിരുന്നു. ലൈഫ് സ്റ്റഡി നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും, എങ്ങനെ നമുക്കത് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും, എൻട്രൻസിന് വരയ്ക്കുമ്പം നമുക്ക് ഒരു പേടിയും കൂടാണ്ട് എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ടില്ലേ? അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ എൻട്രൻസ് എക്സാമിന് ഞാൻ എങ്ങനെ ഇതെല്ലാം മറികടന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഞാൻ ഇതിന് ഇച്ചിരി പ്രിപ്പറേഷൻ ചെയ്തേ എന്നത് തന്നെ ഞാൻ ആദ്യം പറയാം. സത്യം പറയാലോ, എൻ്റെ ജേണി അല്ലെങ്കിൽ എക്സാം ജേണി എന്ന് പറയുന്നത് എനിക്ക് നല്ല പേടിയായിരുന്നു. കാര്യം ഒരു പരിചയമില്ല. ഞാൻ ഇതുപോലെ പറഞ്ഞു തരാൻ പോലും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ലൈഫ് സ്റ്റഡി എന്താന്ന് പോലും ഒരു പിടിയില്ല. ആകെപ്പാടെ അറിയാവുന്നത് ഒരാൾ ഇരുത്തും, അത് നോക്കി വരയ്ക്കുക. നമ്മൾ ഷോർട്സ് ഒക്കെ കാണുമ്പോൾ അങ്ങനെയല്ലേ. ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ചെറുതായിട്ടൊക്കെ വരയ്ക്കാൻ അറിയായിരുന്നു. ഒരാൾ ഇരുത്തി ചെയ്യുക അല്ലെങ്കിൽ ഒരാളുടെ ലൈഫ് അതേപാടെ ചെയ്യുക എന്നത് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായ കാര്യം തന്നെയായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മുടെ കുറെ ഫോട്ടോസ് കാണും. ഫോട്ടോസ് മീൻസ് ഓരോ അനാറ്റമി ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ ഫിഗേഴ്സ് ഫോട്ടോ സ്റ്റഡി നടത്തി ആദ്യമേ. ശരിക്കും അത് ചെയ്താലൊന്നും പ്രാക്ടീസ് ആവില്ല കേട്ടോ. ഞാൻ സത്യം പറയാം, നമുക്കൊരു സ്കില്ലുണ്ട്, അതൊന്ന് ഡെവലപ്പ് ആക്കാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റഡിയിൽ ഞാൻ ചെയ്തത് ഫോട്ടോ സ്റ്റഡി ആയിരുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, ആൻറ്റി, അങ്കിൾ, ആരെങ്കിലും ഒക്കെ കാണുമല്ലോ, അവരുടെയൊക്കെ പടങ്ങൾ വരയ്ക്കുക. ആദ്യം ഒന്നും ഷേപ്പ് ആകില്ല. ഇത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. നിങ്ങൾ ആദ്യം വരച്ചിട്ട് അയ്യോ ശരിയായില്ല, ഇനി വരയ്ക്കണ്ട, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്നൊക്കെ ഓർക്കും. ഞാനൊക്കെ അങ്ങനെ ഓർത്തിരുന്ന ആളാണ്. പക്ഷെ അങ്ങനെയൊന്നും ഓർത്തിട്ട് നമ്മൾ നെഗറ്റീവ് ആകാതെ നമ്മൾ വീണ്ടും 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 വരച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഷേപ്പ് ആകൂലായിരിക്കും. ബട്ട് ഒത്തിരി വരച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു ടച്ച് ഷേപ്പ് വരും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ആ ക്യാരക്ടർ മതി എൻട്രൻസ് എക്സാമിന് ഒരു ഫിഗറിൽ വരേണ്ട ക്യാരക്ടർ. ഇനി ഇപ്പൊ അടുത്ത എൻട്രൻസ് എക്സാമിന് ടൈം ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ആദ്യമൊക്കെ ഫോട്ടോ സ്റ്റഡി ചെയ്യുക, പിന്നെ അതങ്ങ് ഉപേക്ഷിക്കുക. ഫോട്ടോ സ്റ്റഡി തന്നെ ചെയ്തുകൊണ്ട് നിൽക്കില്ല കേട്ടോ. ഫോട്ടോ സ്റ്റഡി തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ഫിഗേഴ്സിനെ വരച്ചു കഴിയുമ്പം എന്താവും, ശരിയാവൂല്ലയോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ കാണുന്ന ഒബ്ജക്റ്റ് ആയിക്കോട്ടെ. ഒബ്ജക്റ്റ് സ്റ്റഡി എന്ന് കേട്ടിട്ട് കാണൂല്ലേ നിങ്ങൾ? അപ്പോൾ ഒബ്ജക്റ്റ് ഒക്കെ ഇപ്പൊ മുറ്റത്തൊരു സ്കൂട്ടി കിടക്കുന്നു, അല്ലെങ്കിൽ റൂമിൽ ഒരു ബുക്ക് ഇരിക്കുന്നു, അതിൻ്റെ ഒക്കെ പടങ്ങൾ ആദ്യം വരച്ച് പഠിക്കുക. എന്നിട്ട് നമ്മൾ ഹ്യൂമൻ ഫിഗേഴ്സിലേക്ക് പോവുക. ഇനി എൻട്രൻസ് എക്സാമിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്നാമത്തെ, എൻട്രൻസ് എക്സാമിന് 2 മണിക്കൂറുള്ള സമയം, ലൈഫ് സ്റ്റഡിക്ക് 2 മണിക്കൂറുള്ള സമയം. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഒരു ദിവസം എടുക്കുക, പിന്നെ അത് സമയം കുറച്ച് കൊണ്ടുവരാൻ നോക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെയ്യാനുള്ള ഒരു സ്പീഡ് കൂടുതൽ ചെയ്യും കേട്ടോ. അപ്പൊ അത് ഓർക്കുക. പിന്നെ വരുന്ന ഒരു കാര്യമാണ് മീഡിയ. മീഡിയ എന്താണ്? പലരും എന്നോട് ചോദിച്ചു,
ഈ ലൈഫ് സ്റ്റഡിക്ക് മീഡിയം വരുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പെൻസിൽസ് ആണ് വരുന്നത്, അതായത് പെൻസില്, ചാർക്കോള് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. പെയിന്റിംഗ് അല്ല, ഡ്രോയിങ് ആണ്. ബാക്കി കാണുന്ന വലിയമേല്ലേ, അത് ഡ്രോയിങ് ആട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. അതൊരു ലൈഫ് സ്റ്റഡി ആയിരുന്നു. എൻ്റെ കോളേജ് ഡേയ്സ് ഞാൻ ചെയ്തൊരു വർക്കാട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾ പെൻസിൽ തന്നെ ചെയ്ത് പഠിക്കുക. 2 വർഷം, ഈ കഴിഞ്ഞ വർഷം ആയിക്കോട്ടെ, ഞാൻ എഴുതിയ വർഷം ആയിക്കോട്ടെ, പെൻസിൽസ് ആയിരുന്നു വന്നിരുന്നത്. ഇനി അപ്ഡേറ്റ് ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം പെൻസിൽസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എൻട്രൻസ് എക്സാമിൽ ഞാൻ എഴുതിയ സെന്ററിൽ ചെയ്യാൻ വന്നിരുന്നത് പോർട്രേറ്റ് ആയിരുന്നു. ഞങ്ങളോട് വന്ന് പറഞ്ഞു പോർട്രേറ്റ് ആണ് മെയിൻ, ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആണ് മെയിൻ. ഓക്കെ, അപ്പൊ ഞങ്ങൾ അതാണ് ചെയ്തത്. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ചപ്പോൾ പലരും പലയിടത്തും എഴുതിയിട്ടാട്ടോ കോളേജ് വരുന്നത്. നമുക്കന്ന് എൻട്രൻസ് എഴുതുന്നവർ മാത്രമല്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എത്ര കോളേജ് ഉണ്ടെന്നും. ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. 3 കോളേജിലേക്ക് ഒരു എൻട്രൻസ് ആണ് വരുന്നത്. തിരുവനന്തപുരം, മാവേലിക്കര, തൃശ്ശൂർ കോളേജിലേക്ക്. പിന്നെ വരുന്ന 2 കോളേജ് കാലടിയും അതുപോലെ തന്നെ RLV കോളേജും. അപ്പം എല്ലാ കോളേജിലും ഏത് എൻട്രൻസിലായിക്കോട്ടെ എന്തുണ്ട്, ലൈഫ് സ്റ്റഡി മുഖ്യമാണ്. ഓക്കെ, അടുത്തതാണ് ഷെയ്ഡിങ്. ചെയ്യുന്ന ഒരു രീതി കാണുമല്ലോ ഷെയ്ഡിങ്ങിൽ, അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കുക, എന്നിട്ട് ചെയ്യുക. പിന്നെ ഷെയ്ഡിങ് ചെയ്യണം എന്നൊന്നും ഇവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഷെയ്ഡിങ്ങിൽ നമ്മൾ ചെയ്യുക. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഷെയ്ഡിങ്സിൽ എനിക്കൊരു കംഫർട്ട് ഉണ്ട്, അപ്പൊ ഞാൻ അതുപോലെയാണ് ഷെയ്ഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടുള്ള രീതി കണ്ടുപിടിക്കുക. അതിനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ പ്രാക്ടീസിലൂടെ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇങ്ങനെയൊക്കെ ഷെയ്ഡിങ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു ഇതുണ്ടാവും. അല്ലാതെ നമ്മൾ ഈ ടൈമില്ലാത്ത ടൈമിൽ ജസ്റ്റ് ഒരാഴ്ച മുമ്പൊക്കെ പുതിയ രീതി കണ്ടുപിടിച്ചിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ ഒരു രീതി വെച്ചിട്ട് ഷെയ്ഡിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്ന ഒരു കാര്യമാണ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ്. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് മസ്റ്റ് ആണ്. ജസ്റ്റ് അതൊക്കെ നോക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകാൻ നോക്കുക. നമുക്ക് എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ സെന്ററിന് തന്നെ പേപ്പേഴ്സ് തരും, വരയ്ക്കാനുള്ള പേപ്പറൊക്കെ തരും. അപ്പൊ ആ പേപ്പർ തരുമ്പോൾ അതിന്റെ സൈസിൽ നമ്മുടെ ലൈഫ് സ്റ്റഡി ചെയ്യേണ്ടത്, ഒരു പോർട്രേറ്റ് ചെയ്യാനാ പറയുന്നതെങ്കിൽ ഇത്രയൊക്കെ മതി, ഹാഫായിട്ട് മതി. അല്ലെങ്കിൽ ഫുൾ ബോഡിയാ ചെയ്യാൻ പറയുന്നതെങ്കിൽ ആ പേപ്പറിൽ ഒതുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒതുക്കാൻ മീൻസ് ആ പേപ്പറിൽ തികയണം, 2 കൈയും 2 കാലും ഒക്കെ തികഞ്ഞ് അതെങ്ങനെയാണോ ആ മനുഷ്യനിരിക്കുന്നത് ആ ബോഡിയുടെ ഫുൾ ബോഡി ആ പേപ്പറിൽ ഉണ്ടാവണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. BFA കോളേജിൽ വന്നു കഴിയുമ്പം ഒരു സബ്ജക്റ്റ് തന്നെയാണ് ലൈഫ് സ്റ്റഡി. അത് എല്ലാത്തിലും ഉണ്ട്. സ്കൾപ്ചറിലായിക്കോട്ടെ, അപ്ലൈഡ് ആർട്സിലായിക്കോട്ടെ, പെയിന്റിങ്ങിലായിക്കോട്ടെ, എല്ലാത്തിലും ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ് ലൈഫ് സ്റ്റഡി. നിങ്ങൾ എൻട്രൻസ് എഴുതുമ്പോഴാണേലും കുറച്ചെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വിട്ടിട്ട് പോവുക. അനാട്ടമിയും ക്യാരക്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ടെൻഷൻ ആവാണ്ട് നമ്മളെ കൊണ്ട് പറ്റും. അതായത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറ്റും കേട്ടോ. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രാക്ടീസ് ഉണ്ടായാൽ മതി. നമുക്ക് അത് നന്നായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ലൈഫ് സ്റ്റഡി. നിങ്ങൾ പറ, ലൈഫ് സ്റ്റഡി ശരിക്കും പാടാണോ? കുറച്ചൊക്കെ അല്ലേ? നിങ്ങളിത് കേട്ടിട്ട് കുറച്ചൊക്കെ പേടി തോന്നുന്നു കാണും. പക്ഷെ പേടിക്കണ്ട, നമുക്ക് സെറ്റാക്കാം. ഓക്കെ, പാടൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. എൻ്റെ പാർട്ട് 1 വീഡിയോ ആയിരിക്കും. ലൈഫ് സ്റ്റഡി എന്നത് പാർട്ട് 1 ആണ്. പാർട്ട് 2 അടുത്തത് കോമ്പോസിഷൻ ആയിരിക്കും. എൻട്രൻസ് എഴുതിയ ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. എൻട്രൻസ് എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി ടൈമുണ്ട്, ഇതുവരെ ടൈം കഴിഞ്ഞിട്ടില്ല. ഉള്ള ടൈമിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യും, അടിപൊളിയായിട്ട് പ്രാക്ടിക്കൽ എക്സാം കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഇതുവരെ കണ്ടതിൽ ഒരുപാട് നന്ദി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ BFAയുടെ പഴയ വീഡിയോ കാണാത്തവര് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ ബൈ, സീ യു.